മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 27. ചുമ്മു വേഗം വാടി. ബുള്ളറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ചെക്കൻ വണ്ടി ഇരമ്പിപ്പിച്ചു. വരുന്നടാ, കിടന്ന് കാറാതെ. ഉമ്മറപ്പടികളിൽ ഇരുന്നു കൊണ്ട് ഷോവിൻ്റെ ലേസ് കെട്ടുന്നവൾ പങ്കുവിനെ മുഖമുയർത്തി നോക്കാതെ തന്നെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് കണ്ണനും ഡ്യൂട്ടിക്ക് പോകുവാനായി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നത്. മുറ്റത്തവനെ കാത്ത് കോൺസ്റ്റബിൾ സോമൻ ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. സാറേ, നമുക്കിറങ്ങിയാലോ? അവൻ്റെ കയ്യിലിരുന്ന ബാഗും ഫയലുകളുമൊക്കെ വാങ്ങി കാറിൻ്റെ മുൻ സീറ്റിലായി കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ അവൻ്റെ മുൻപിലായി ചെന്ന് നിന്ന് ഭവ്യതയോടെ നിന്നു. ആ, ഇറങ്ങാം. സോമൻ ചേട്ടൻ ചെന്ന് വണ്ടി തിരിച്ചിട്ടോളൂ. ചുമ്മുവിൻ്റെ അരികിലായി ഉമ്മറപ്പടികളിൽ തന്നെ ഇരുന്നു കൊണ്ടവൻ അയാളോട് നിർദ്ദേശിച്ചു. പക്ഷേ അരികിലായി ഇരിക്കുന്നവനെ ഒരു നോട്ടം കൊണ്ട് പോലും ചുമ്മു കടാക്ഷിച്ചില്ല എന്നതാണ് മറ്റൊരു സത്യം. നിത നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. ന്യൂ ജോയിനിങ് അല്ലേ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവോ? അടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ മുഖത്തെ ഗൗരവം കണ്ടിട്ടും ചെക്കൻ കളിയായി ചോദിച്ചു പോയി. നിങ്ങളുടെ ഇഷ്ടക്കാരിയുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. പെണ്ണിൻ്റെ സംസാരത്തിൽ പുച്ഛവും ദേഷ്യവും ഒരുപോലെ കലർന്നിരുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണീ ഭാവി ഭാര്യയെ? എത്രയെന്നൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ ബന്ധുവല്ലേ. അപ്പോൾ അവക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമ തന്നെയല്ലേ. പെണ്ണിനെ ചൊടിപ്പിക്കാൻ അവന് ഏറെ ഇഷ്ടം തോന്നിയപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇന്നൊരു ദിവസം ലീവ് എടുത്ത് വന്ന് അവൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കും സന്തോഷം, അവൾക്കും സന്തോഷം. ഷൂലേസ് രണ്ടും മുറുക്കി കെട്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ നടന്നു, അവനെ തെല്ലും വക വയ്ക്കാതെ. റൗഡി! അവൾ ചാടിക്കുലുക്കി പോകുന്നത് കണ്ടപ്പോൾ അവന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ തന്നെ ചൊറിയാൻ വന്നേക്കുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയുടെ പിന്നിലായി ദേഷ്യത്തോടെ ചെന്ന് കയറുമ്പോൾ അവളുടെ ചുണ്ടുകൾ ദേഷ്യത്താൽ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പെണ്ണ് കയറിയെന്ന് കണ്ടതും മറുക്ഷണം തന്നെ പങ്കു തൻ്റെ ബുള്ളറ്റിനെ മുന്നോട്ടേക്ക് പായിച്ചു. മാധവേട്ടാ, ഇറങ്ങിയപ്പോൾ താമസിച്ചു, എന്നെ ഓഫീസിലൊന്ന് ഡ്രോപ്പ് ചെയ്യുമോ? അവർ പോകുന്നതും നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഉമ്മറപ്പടികളിൽ നിന്ന് എഴുന്നേറ്റിയെന്ന് കാറിൻ്റെ പിൻസീറ്റിലേക്കായി കയറുവാൻ തുടങ്ങിയപ്പോഴാണ് പിറകിൽ നിന്ന് നിധിയുടെ ശബ്ദം അവൻ കേട്ടത്. സോറി നിത, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയാണ്. സോറി നിത, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയാണ്. ഇതിലും മറ്റുള്ളവരെ കയറ്റാൻ പാടില്ല എന്നാണ് നിയമം. സ്വദേവയുള്ള അവൻ്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അല്ല, അത് പിന്നെ എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്ക്. മാധവിൻ്റെ കൂടെ പോകുവാനായി മനഃപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ച ആ നേരത്തെ അവൾ മനസ്സിൽ പ്രാഗി. അതിനിപ്പോൾ എന്താണിതേ? ഒന്നെങ്കിൽ ഊബർ ബുക്ക് ചെയ്യേ, അല്ലെങ്കിൽ തറവാട്ടിൽ ഏതെങ്കിലും ഡ്രൈവറിനെ വിളിച്ചിട്ട് വരാൻ പറ, അവർ കൊണ്ടുവന്ന് വിട്ടോളും നിന്നെ. വളരെ അലസമായി പറഞ്ഞിട്ട് തൻ്റെ വണ്ടിയിലേക്ക് കയറുന്നവനെ കണ്ടതും നിതയ്ക്ക് നീരസം തോന്നിപ്പോയി. പണ്ടെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെൺകുട്ടിയാണെന്നുള്ള കരുതൽ തനിക്ക് തന്നവനാണ് ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറയുന്നത്. ഒറ്റയ്ക്ക് പൊക്കോള എന്ന് ചുമ്മാ വാശി പിടിക്കുമ്പോൾ നിതയെ കണ്ട് പഠിക്കുമെന്ന് പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇതെന്തു പറ്റി? മാധവേട്ട മാത്രമല്ല, ദേവകി മാമി പോലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എല്ലാവരും മാറിയിരിക്കുന്നു. മാധവേട്ട, അസ്വസ്ഥമായ മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും അവൾ വിളിച്ചു. എന്താണിതേ? അനിഷ്ടത്തോടെയായിരുന്നു ആ മുഖത്ത്. മാധവേട്ടൻ എന്തായാലും ഓഫീസിൻ്റെ മുമ്പിൽ കൂടിയല്ലേ പോകുന്നത്, ഇന്നൊരു പ്രാവശ്യം എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തൂടെ? വണ്ടി വന്നിട്ട് പോകുമ്പോഴേക്കും ഞാൻ തെല്ലാം താമസിക്കും. പ്ലീസ് മാധവേട്ട, ആദ്യത്തെ ദിവസം തന്നെ താമസിച്ച് ചെല്ലുന്നത് എനിക്കെന്തോ പോലെ. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എന്നെയും കൂടി ഒന്ന് കൊണ്ടുപോയാം കൂടെ. കണ്ണ് നിറച്ചുകൊണ്ടുകൾ പിൻസീറ്റിലിരിക്കുന്നവനെ നിസ്സഹായതയോടെ നോക്കി. സാർ, ഇറക്കി വിട്ടേക്കാം, ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് വണ്ടി ഇരമ്പിപ്പിച്ച സോമൻ പിന്നിലേക്ക് നോക്കി ബഹുമാനത്തോടെ ചോദിച്ചു. ആ ശരി, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. ചെക്കൻ മുൻ സീറ്റിലേക്ക് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി, അതും വളരെ ഗൗരവത്തോടെ. താങ്ക്സ് മാധവേട്ട, ഒരുപാട് നന്ദിയുണ്ട്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് ഇരിക്കുമ്പോൾ
ഇനി അവനിലേക്ക് അടുക്കാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു അവളുടെ മനസ്സ്. ഹായ് വേദ, പങ്കു. ഓഫീസിലേക്ക് കയറി ചെന്നതും ഭൈരവാണ് അവരെ സ്വാഗതം ചെയ്തത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു പതിവ് പുഞ്ചിരി നൽകിയിട്ട് അവർ തങ്ങളുടെ ക്യാബിനിലേക്ക് കയറി ചെന്നിരുന്നു. എന്താടോ ഇങ്ങനെ മുഖം കയറ്റി വെച്ചിരിക്കുന്നേ? അവരുടെ മുഖത്തെ തെളിച്ചക്കുറവ് ശ്രദ്ധിച്ചവൻ ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും പിന്നിലായി ചെന്ന് നിന്നു. ഏയ് വെറുതെ, വി ആർ ഫൈൻ. ഉള്ളിൽ ഒളിപ്പിച്ച ദേഷ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ചുമ്മാ അവൻ്റെ നേർക്ക് മുഖമുയർത്തി. നിങ്ങളുടെ റിലേറ്റീവ് ഇന്നല്ലേ ജോയിൻ ചെയ്യുന്നത്, വൺ മിസ് നീത. അവൻ തിരക്കി. യാ, ഷീസ് കാമിങ്. അലസമായി പറഞ്ഞിട്ട് അവൾ സിസ്റ്റം ഓൺ ചെയ്യുവാനായി ശ്രമിച്ചു. ഓക്കെ, യു ഗൈസ് ക്യാരി ഓൺ. ചുമ്മൂനെ മാത്രം ഒരു വട്ടം കൂടി ശ്രദ്ധിച്ചിട്ട് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഡി, അങ്ങേരെന്താ നിന്നോട് മാത്രം ഒരു ഇളക്കം? ഭൈരവ് പോയ വഴിയിലേക്ക് നോക്കി പങ്കു ഒട്ടൊരു സംശയത്തോടെ ചുമ്മൂൻ്റെ ക്യൂബിലേക്ക് തലയിട്ട് നോക്കി. പോയി പണി ചെയ്യാൻ നോക്കടാ, അവൻ്റെ ഒരു കണ്ടുപിടുത്തം കൊണ്ട് വന്നേക്കുന്നു. പെണ്ണ് ടെററായി. അല്ലടി സത്യം, അങ്ങേര് നിന്നെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഒഴിഞ്ഞു നോക്കുന്നേ ഞാൻ കണ്ടതാ. അവൻ തറപ്പിച്ചു പറഞ്ഞു. നോക്കട്ടെ. അങ്ങനെ കാണാൻ കൊള്ളുന്ന പെൺപിള്ളാരെ കാണുമ്പോൾ ആണുങ്ങൾ നോക്കിയെന്നിരിക്കും. അതിനിപ്പോൾ അവരോട് നോക്കണ്ടേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പെണ്ണാലസമായി പറഞ്ഞിട്ട് മുൻപിലിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് വീണ്ടും തല പൂഴ്ത്തി. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഇവൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായാൽ കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടുമ്പോൾ അങ്ങനെ അടങ്ങിക്കോളും. അവൾക്ക് മാത്രമായി കേൾക്കാൻ പറ്റുന്ന പാകത്തിൽ പിറുപിറുത്തുകൊണ്ട് ചെക്കൻ തൻ്റെ ക്യൂബിലേക്ക് വലിഞ്ഞു. ശേഷം തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു. എടാ, കഴിഞ്ഞ മാസത്തെ ഇൻവെൻ്ററി റെക്കോർഡ് എടുക്കാൻ നീ ഒന്ന് എൻ്റെ കൂടെ വരുമോ? കുറേ നേരം കഴിഞ്ഞതും അവൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് എണീറ്റു. ശേഷം ഒരു മറയ്ക്കപ്പുറം ഇരിക്കുന്നവനെ തോണ്ടി വിളിച്ചു. വരുവാ. അത് കേൾക്കാൻ കൊതിച്ചതുപോലെ ചെക്കൻ ചാടി എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ നടന്നു. താഴത്തെ നിലയിൽ റിസപ്ഷനെതിരായി കിടക്കുന്ന വലിയ ഹാളിലാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ഓഫീസിലെ എല്ലാ പഴയ ഫയലുകളും സൂക്ഷിക്കുന്ന ഇടം. ലിഫ്റ്റിൽ കയറാതെ താഴേക്കുള്ള പടികളിറങ്ങി റിസപ്ഷൻ്റെ മുന്നിലേക്ക് ചെന്നപ്പോഴാണ് നിത എൻട്രൻസിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവർ കണ്ടത്. ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ പെണ്ണ് ലേറ്റാണല്ലോടി. അവളെ കണ്ടതും ചെക്കൻ ചുമ്മുവിൻ്റെ കാതോരം പെറുപിറുത്തു. ഒന്നമർത്തി മൂളിയതല്ലാതെ ചുമ്മു പ്രത്യേകിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അവർ മുന്നോട്ടേക്ക് തന്നെ നടന്നു. നിത പുച്ഛമാവോളം വാരി വിതറി അവളെയും കടന്ന് മുന്നോട്ടേക്ക് പോകുവാൻ തുടങ്ങിയപ്പോഴാണ് മെയിൻ വാതിൽ നിന്നും പരിചയമുള്ളൊരു ശബ്ദം അവർ കേൾക്കുന്നത്. ഒട്ടൊരാകാംക്ഷയുടെ മുഖമുയർത്തി നോക്കിയ ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും കണ്ണുകൾ അമ്പരപ്പോടെ ഒന്ന് പിടഞ്ഞുപോയി. കണ്ണേട്ടൻ യൂണിഫോമിൽ. അവനെ അവിടെ കണ്ട പങ്കുവിൻ്റെ ചുണ്ടുകൾ പിറുപിറുത്തു. ഇയാളാണോ ഇവളെ കൊണ്ടുവന്നിവിടെ വിട്ടത്? ചുമ്മുവിൻ്റെ മനസ്സിലെ ചിന്തയപ്പോൾ അതായിരുന്നു. എന്താ മാധവേട്ടാ? ഒരു വിജയീഭാവത്തിൽ നിത അവൻ്റെ വിളി കേട്ട് തിരിഞ്ഞു നിന്നു. കാരണം ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും മുമ്പിൽ വെച്ച് കണ്ണനോട് ഇടപഴകാൻ കിട്ടുന്ന ഒരു സന്ദർഭവും പാഴാക്കുവാൻ അവൾ താല്പര്യപ്പെട്ടിരുന്നില്ല. ഇതെടുക്കാൻ നീ മറന്നു. കയ്യിലിരുന്ന പെണ്ണിൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും നിത ഒരു നിറച്ചിരിയോടെ അവനിൽ നിന്നും ചെന്നത് കൈനീട്ടി വാങ്ങി. ഒരുപാട് നന്ദി മാധവേട്ട. ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും മുൻപിൽ വലിയ ആളാകുവാൻ വേണ്ടി അവൻ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ കുണുങ്ങിച്ചിരിച്ചു. പൊയ്ക്കോ, ഇനിയും നിന്ന് ലേറ്റാക്കണ്ട. കാർക്കശ്യത്തോടെ പറഞ്ഞതും നിത നാണത്തോടെ തലയാട്ടിക്കൊണ്ട് മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ കയറി. അപ്പോഴാണ് മാധവും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചുമ്മുനെയും പങ്കുവിനെയും കണ്ടത്. നിങ്ങളെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ചോദ്യം പങ്കുവിനോടായിരുന്നെങ്കിലും അവൻ്റെ നോട്ടം ചുമ്മുവിന് നേർക്കായിരുന്നു. ഇൻവെൻ്ററി റെക്കോർഡ്സ് എടുക്കാൻ വന്നതാ കണ്ണേട്ടാ. എതിരായി കാണുന്ന സ്റ്റോർ റൂമിന് നേർക്ക് വിരൽ ചൂണ്ടിക്കാട്ടി ചെക്കൻ. എടാ പങ്കു, ചിലരൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ പുറത്തുനിന്ന് ആരെയും കയറ്റില്ലെന്നും പറഞ്ഞ് വലിയ വീമ്പടിയായിരുന്നു. എന്തൊക്കെയായിരുന്നു പണ്ട് നമ്മൾ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ഒരാഗ്രഹം പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞ കെട്ടുകഥകൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ, പോലീസുകാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നിരിക്കുന്ന വാഹനത്തിലെ ഇപ്പോൾ നാട്ടുകാരും കയറി സഞ്ചരിക്കുന്നുണ്ട്. കലികാലം.
മാധവനെയും കടന്ന് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവന് കേൾക്കാൻ എന്ന വണ്ണം ചുമ്മാ മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞു, ഒന്നവിടെ നിന്നേ. അത് വ്യക്തമായി കേട്ടവൻ ഇരുവരെയും പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ? കണ്ണിൽ പുച്ഛം വിരിയിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. നീ ഇപ്പോൾ എന്താ പറഞ്ഞേ? അവൻ അവളുടെ അരികിലേക്ക് 2 അടി വെച്ചു. പറഞ്ഞത് കേട്ടില്ലേ? ചോദ്യം കല്ലിച്ചതായിരുന്നു. കേട്ടു. അതിനുള്ള മറുപടി കേൾക്കണ്ടേ നിനക്ക്? ചുറ്റും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സംശയമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു അവൻ്റെ നിൽപ്പും ഭാവവുമൊക്കെ. പക്ഷെ വാക്കുകളിൽ ആവോളം ഗൗരവം നിറഞ്ഞിരുന്നു താനും. ഇവരെ എങ്ങനെയും ഒന്നിപ്പിക്കണേ എന്ന് വിചാരിക്കുമ്പോൾ രണ്ടും കൂടി വീണ്ടും അടിക്കാൻ പോന്നു. അവർക്കിടയിൽ പെട്ട അവസ്ഥയിലായിരുന്നു പങ്കു അപ്പോൾ. എൻ്റെ വണ്ടിയിലെ ആര് കയറണം ആര് കയറണ്ട എന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. പിന്നെ നിധിയെ നാട്ടുകാരുടെ കൂട്ടത്തിലല്ല ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അവളെ ഞാൻ വണ്ടിയിൽ കയറ്റിയില്ലെങ്കിൽ അവൾ എനിക്ക് എത്രമാത്രം സ്പെഷ്യലാണെന്ന് നീ എന്താ ഓർക്കാതെ? എൻ്റെ ഭാവി ഭാര്യയെ. മീശത്തുമ്പൊന്ന് പിരിച്ചു വെച്ചിട്ട് മുന്നോട്ടേക്ക് ഓങ്ങി നിന്നുകൊണ്ട് വളരെ പതിയ ശബ്ദത്തിലായിരുന്നു മാധവൻ്റെ സംസാരം, അതും കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട്. എങ്കിൽ പിന്നെ ഇഷ്ടക്കാരി അങ്ങ് കെട്ടിക്കൂടായിരുന്നോ? പെണ്ണ് ചുണ്ടുകൾ കൂട്ടി അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അതിന് നീയല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്തേ, ഞാനല്ലല്ലോ. അതുമല്ല, ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ ഏതുവരെയും പോകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒറ്റ പുരികം മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വളരെ സരസമായി കാര്യങ്ങൾ വിവരിക്കുന്നവനെ കണ്ടതും അമർഷം തോന്നിയെങ്കിലും അവളത് സ്വയം നിയന്ത്രിച്ചു. അപ്പോൾ പോട്ടടി ഭാവി ഭാര്യയെ, എങ്ങനെയെങ്കിലും എന്നെ എൻ്റെ നിധിയെ നീ ഒന്ന് ഒന്നിപ്പിക്കാൻ നോക്ക്. ഒറ്റ കണ്ണിറുക്കി കാട്ടി അവളിൽ നിന്നും തിരിഞ്ഞു നടന്നവൻ അപ്പോഴേക്കും കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കലിപ്പടക്കി നിൽക്കുന്നവളെയും വലിച്ചുകൊണ്ട് പങ്കു ഒരു വിധത്തിൽ സ്റ്റോർ റൂമിലേക്ക് കയറി വാതിലടച്ചിരുന്നു. നിന്നോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇതല്ലാതെ ഒരു മാർഗവും ഇല്ലല്ലോ പെണ്ണെ. അല്ലേലും ഇങ്ങനെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ മാധവ് കൃഷ്ണയ്ക്ക് വീണ്ടും പ്രണയിക്കാൻ തോന്നുന്നുണ്ട്. അതേസമയം ഹെഡ് ഓഫീസിൻ്റെ പടികളിറങ്ങുമ്പോൾ കണ്ണൻ്റെ ചൊടികളിൽ അവൾക്കായി മാത്രം വിരിഞ്ഞ പുഞ്ചിരിയായിരുന്നു.